എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കാനഡ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ ഓഗസ്റ്റ് 14-ാം തീയതി ടൊറന്റോ ടൈം രാവിലെ 10 AM ഒരു അനൗൺസ്മെന്റ് നടത്തി. അപ്പോൾ ആ ഒരു അനൗൺസ്മെന്റിന്റെ കുറച്ച് കാര്യങ്ങളാണ്, എന്തുകൊണ്ടാണ് ഈ ഒരു അനൗൺസ്മെന്റ് നടത്തിയത്, ഇത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആയിട്ടുള്ളത്, ഇതുകൊണ്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഒട്ടും തന്നെ സമയങ്ങളിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എല്ലാവർക്കും അറിയാം, കാനഡയിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരും സ്റ്റഡി വിസയിൽ കാനഡയിലുള്ളിലേക്ക് വരുന്നുണ്ട്. കമ്പയർ ചെയ്യുമ്പോഴത്തേന് കഴിഞ്ഞ വർഷങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഇപ്പം കുറേ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വേണ്ടിയുള്ള ക്രൈറ്റീരിയാസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പം IELTS കേസ് ആണെങ്കിലും പിന്നെ നിങ്ങളുടെ GIC എമൗണ്ടിൻ്റെ കേസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ഇൻക്രിമെൻറ്റിങ് GIC എമൗണ്ടിലൊക്കെ ഡബിൾ ഇൻക്രിമെൻ്റ് ആണ് വന്നിട്ടുള്ളത്. കാരണം ഇവിടുത്തെ ഒരു ലിവിങ് എക്സ്പെൻസ് കൂടുതലായത് കൊണ്ടിട്ട് പ്രീവിയസ് ആയിട്ടുണ്ടായിരുന്ന GIC എമൗണ്ട് കൊണ്ടിട്ട് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഈ GIC എമൗണ്ട് എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുന്നിടം വരെ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഉദ്ദേശിച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഫണ്ട് ബാങ്കിലത്തേക്ക് ഇടുന്നത്. അപ്പോൾ അത് ഡബിൾ ഒക്കെ ആക്കിയിട്ടുണ്ട്, കാരണം ഈ ലിവിങ് എക്സ്പെൻസ് കൂടുതലായത് കൊണ്ടിട്ട്. പക്ഷേ മാർക്ക് മില്ലർ ഓഗസ്റ്റ് 14-ാം തീയതി ഒരു അടിപൊളി പ്രോഗ്രാമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതിൻ്റെ അകത്താണെങ്കിൽ മറ്റേതിനെ കമ്പയർ ചെയ്യുമ്പോൾ നോർമൽ സ്റ്റുഡൻറ്റ് വിസേനെ കമ്പയർ ചെയ്യുമ്പോഴുള്ള ഫണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കുറവാണ്. അപ്പം അത് എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, അതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ ഒരു ഡീറ്റെയിൽ പറയും. 2023 സ്റ്റഡി പെർമിറ്റ് ഹോൾഡേഴ്സിന്റെ കണക്കനുസരിച്ച് 40% ഇന്ത്യക്കാരാണ്. പിന്നെ അതിനകത്ത് 10% ചൈനക്കാരും 5% ഫിലിപ്പീൻസുമാണ്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിട്ടുള്ളത്, അതായത് സ്റ്റഡി വിസ എടുത്തിട്ട് കോളേജസ് ആണെങ്കിലും യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ഒക്കെ ചൂസ് ചെയ്തിരിക്കുന്ന ഒണ്ടാരിയോയിലേക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. ബാക്കി പ്രൊവിൻസിന്റെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു കേസിൽ കാനഡ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഔട്ടർ ഏരിയാസിലുള്ള സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യണം. ഒരുപാട് ആൾക്കാർ അങ്ങനെ പോകാറില്ല. ഒരുപാട് ആൾക്കാർ സിറ്റി സൈഡിലത്തേക്കുള്ള കോളേജസ് ആണെങ്കിലും യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും ആണ് എടുത്തു പോകുന്നത്. കാരണം അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലുണ്ട്, പിന്നെ ഫെസിലിറ്റീസ് കൂടുതലാണ്, കുറച്ചും കൂടി ഗ്രോയിങ് ആണ്. അതുകൊണ്ട് നമുക്ക് ജോലി കിട്ടാനും കുറച്ചും കൂടി ഈസിയാണ് ഏത് ഫീൽഡ് ആണെങ്കിലും. അങ്ങനെയുള്ള കുറേ ക്രൈറ്റീരിയ വെച്ചിട്ടാണ്, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് കൂടുതലാണ്, അങ്ങനെയുള്ള ഒരുപാട് ക്രൈറ്റീരിയ വെച്ചിട്ടാണ് ഇവർ സിറ്റി സൈഡിലുള്ള കോളേജസ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ചൂസ് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, 2023 കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ആൾക്കാർ എൻറോൾ ചെയ്തിട്ടുള്ള കോളേജസിലാണ്. യൂണിവേഴ്സിറ്റീസിൽ എൻറോൾ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറവാണ്. പിന്നെ കുറേ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കോഴ്സിന് എൻറോൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ് 2023 ഒരു കണക്കെന്ന് പറയുന്നത്. സെക്കൻഡ് സ്പീക്കിംഗ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് ആണ്. കാരണം ഈ ഫ്രഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ആൾക്കാരും ഈ നമ്മുടെ നാട്ടിൽ നിന്ന്, അതായത് ഗ്രാമങ്ങളിൽ നിന്ന് സിറ്റി സൈഡിൽ വരുന്ന മാതിരി ഇവർ ഈ കൾച്ചർ ഹോൾഡ് ചെയ്തിട്ടുള്ള കമ്മ്യൂണിറ്റീസിൽ നിന്ന് പുറത്തു വരികയും ആ സിറ്റി സൈഡിലെ കോളേജസിലാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ പഠിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസിൽ ഇവർ ഈ ഒരു കൾച്ചർ ഹോൾഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് പുതിയ ഒരു പാത്വേ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതാണ് ഫ്രാങ്ക്ഫോർട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റി സ്റ്റുഡൻറ്റ് പൈലറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് ക്യൂബക്കിൻ്റെ ഔട്ടർ സൈഡിൽ ഏരിയാസിൽ ഉള്ള കമ്മ്യൂണിറ്റി, അതായത് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് ഗ്രോവിങ് ഒന്നുമല്ല, ചെറുതായിട്ട് ഗ്രോ ചെയ്ത് വരുന്നത്. പക്ഷെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൾച്ചർ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അതായത് ഫ്രഞ്ചാണ് കൂടുതലായിട്ട് സ്പീക്ക് ചെയ്യുന്നത്. പിന്നെ അവരുടെ കൾച്ചറലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതൊക്കെ ഹോൾഡ് ചെയ്തിട്ട് ആ ഒരു കമ്മ്യൂണിറ്റിക്കുള്ളിൽ ജീവിക്കുന്ന ആൾക്കാർ അവിടെ കുറച്ചും കൂടി ഗ്രോത്ത് വരത്തക്ക രീതിയിൽ ഗവൺമെൻറ് പുതിയ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് നോർമൽ സ്റ്റഡി വിസേനെക്കാട്ടിലും ഈ ഒരു ഏരിയയിലേക്ക് സ്റ്റഡി വിസ അവർ കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്യുന്നു. കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിരിക്കണം. അതായത് നമ്മുടെ ഭയങ്കര ഫ്ലുവൻസി അല്ല, ഒരു പർട്ടിക്കുലർ സ്റ്റേജ് അവർ പറയും, ആ ഒരു സ്റ്റേജ് ഫുൾഫിൽ ചെയ്താൽ മതിയാവും. പിന്നെ അതിൻ്റെ ഏറ്റവും ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഈ ഒരു പ്രോഗ്രാം എടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഫ്റ്റർ സ്റ്റഡി PR സപ്പോർട്ട്. കാരണം അവിടെ വന്നിട്ട് അവിടെ പഠിച്ചിട്ട് അവിടത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുക, അതായത് നമ്മുടെ സ്കിൽഡ് വർക്കേഴ്സ്, അതായത് അവിടെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുതലും കൂടി ക്രിയേറ്റ് ചെയ്യുക, ആൾക്കാർ കുറച്ചും കൂടി വന്ന് അവിടെ വീട് വെച്ചിട്ട് അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ഫുള്ള് ഡെവലപ്പ് ആക്കുക, അതാണ് അവരുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിരിക്കണം ഒരു പർട്ടിക്കുലർ ലെവലിൽ. അതിൻ്റെ ഏറ്റവും ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നോർമൽ സ്റ്റഡി വിസ വെക്കുന്ന സമയത്തുള്ള നമ്മുടെ GIC എമൗണ്ട് ഉണ്ടല്ലോ, അത്രയും GIC എമൗണ്ട് വേണ്ട. അവർ പറയുന്ന ഫണ്ടിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഭയങ്കര കുറവാണ് നോർമൽ വിസേനെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും. കാരണം നോർമൽ വിസ വെച്ചിട്ട് നമുക്ക് ഏത് പ്രൊവിൻസിലത്തേക്കും കോളേജ് യൂണിവേഴ്സിറ്റി എടുത്തു വെക്കാം. പക്ഷേ നിങ്ങൾ ഈ ക്യൂബക്കിൻ്റെ ഔട്ടർ സൈഡിലുള്ള ഈ ഫ്രാങ്ക്ഫോർട്ട് കമ്മ്യൂണിറ്റിയിൽ ആണ് സ്റ്റുഡൻറ്റ് വിസ ആയിട്ട് വരുന്നതെങ്കിൽ ഫണ്ട് റിക്വയർമെൻറ്റ്സ് ഭയങ്കര കുറവാണ്. ജസ്റ്റ് ഈ ഫ്രഞ്ച് സ്പീക്കിംഗ് ആയിരിക്കും.
ആയിരിക്കണം. അതായത് ഫ്രഞ്ചിന് ഒരു പർട്ടിക്കുലർ നമ്മൾ IELTS ഒരു പർട്ടിക്കുലർ ലെവൽ പറയുമല്ലോ, അതുപോലെ ഫ്രഞ്ച് സ്പീക്കിംഗ് പർട്ടിക്കുലർ ലെവൽ ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഒരുപാട് ആൾക്കാരെ അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ടോട്ടൽ ഇമിഗ്രേഷൻ അതായത് ടോട്ടൽ കൊടുക്കുന്ന ആ സ്റ്റഡി വിസയുടെ 6% ഈ വർഷവും 7% അടുത്ത 2025 ഇൻക്രിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ജർമ്മനി പോകുന്ന ആൾക്കാർക്ക് ജർമ്മൻ പഠിക്കുന്ന മാതിരി കാനഡയിലെ ഈ ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിയിലേക്കൊക്കെ ഈസി ആയിട്ട് വരണം. അവിടെ തന്നെ ഒരുപാട് PNP പ്രോസസ്സ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ഡയറക്റ്റ് ആയിട്ട് ആൾക്കാരെ അവിടത്തേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലാണ് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നത്. കാരണം ഗവൺമെൻറ്റിന് ആ ഒരു പർട്ടിക്കുലർ കൾച്ചർ നിലനിർത്തി പോകണം, ഒരുപാട് ആൾക്കാർ ആ ഒരു കൾച്ചറിലേക്ക് വരണം, ആ ഒരു കൾച്ചർ നശിച്ചു പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അതുകൊണ്ടിട്ട് അവിടെ നമ്മുടെ ഈ കണ്ടീഷൻസ് ഒക്കെ ലിബറൽ ആക്കിയിട്ട് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരുപാട് പാത്വേസ് ഉണ്ട്. PNP ആണെങ്കിൽ കൂടി ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രഞ്ച് ഒരു പർട്ടിക്കുലർ ലെവലിൽ അറിയാമെങ്കിൽ അവർ ഓരോരോ പർട്ടിക്കുലർ സ്റ്റേജിൽ അതായത് ഓരോ പർട്ടിക്കുലർ സെക്ടേഴ്സിലുള്ള PNPനെ അനൗൺസ് ചെയ്യും. ഇപ്പോൾ ഹെൽത്ത് കെയർ ഫീൽഡ് ആണെങ്കിലും അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫീൽഡ് അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്, അങ്ങനെയൊക്കെ ഒരുപാട് PNPനെ അവർ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പം ഇതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആകും. കാരണം ഇങ്ങനെയുള്ള കൺട്രീസിലേക്ക് വരാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഫ്രഞ്ച് പഠിക്കുന്നുണ്ടായിരിക്കും. പിന്നെ നിങ്ങളുടെ എന്താ പറയുക ഫണ്ടിൻ്റെ റിക്വയർമെൻറ്റ്സ് കുറവാണ്. അപ്പം ഈ ഒരു കാര്യം എനിക്ക് നിങ്ങളിലേക്ക് പറയണം തോന്നി, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിൽ താഴെ കമൻ്റായിട്ട് മെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക് കാണാം. അതുവരെ ബൈ.